Hello guys, welcome to my YouTube channel Slice of My Day. So this is my first video on my YouTube channel. So I thought to share my skincare routine or ഞാനിപ്പം എന്തൊക്കെയാണ് സ്കിന്നിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അതിനെ പറ്റിയാണ് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. ചെറിയ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ദ ഫസ്റ്റ് തിങ് ഇസ് ഞാൻ എന്താണ് പ്രിഫർ ചെയ്യുന്നത് സ്കിന്നിൻ്റെ കാര്യത്തിൽ മേക്ക് ഇറ്റ് സിമ്പിൾ. കാരണം മിനിമം നമ്മൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലത്. ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പം അത് മെസ്സപ്പായി സ്കിന്നിന് പല അതുള്ള കോഴ്സ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ മേക്ക് ഇറ്റ് സിമ്പിൾ വിത്ത് വിച്ച് പ്രൊഡക്ട്സ് ഇസ് സ്യൂട്ടബിൾ ടു യുവർ ഫേസ് അക്കോർഡിംഗ്ലി നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, വാട്ടർ. മിനിമം 1.5 ലിറ്റർ വാട്ടറെങ്കിലും ഡെയിലി കുടിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് നല്ല ചേഞ്ചസ് ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്പോൾ ഒരു വെക്കേഷന് നാട്ടിൽ പോയപ്പം വെള്ളം കുടിക്കുന്നത് കുറച്ച് കുറഞ്ഞതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു ഡ്രൈനെസ്, അതുപോലെ ലിപ്സൊക്കെ ഡ്രൈ ആവുക, അങ്ങനെ ഒരു ചേഞ്ചസ് ഒക്കെ എനിക്ക് കാണുന്നുണ്ടായിരുന്നു. സോ ഓൾവേസ് നിങ്ങളെന്താണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് വാട്ടർ. ഇന്നഫായിട്ട് വാട്ടർ നന്നായിട്ട് കുടിക്കണം. മിനിമം 1.5 ലിറ്ററെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ചിലപ്പോൾ നമുക്കങ്ങനെ എപ്പോഴും ഇപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോഴൊക്കെ കുടിക്കാനായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും നല്ലൊരു പിൻട്രസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും ബോട്ടിൽസ്. സോ ഞാനിപ്പോൾ എപ്പോഴും ക്യാരി ചെയ്യുന്നതാണ് എൻ്റെ ഈ ബോട്ടിൽ. ഇത് ഇങ്ങനെ നമുക്കപ്പം എപ്പോഴും കാണുന്ന എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൻഡ് ഉറക്കം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ടു സ്ലീപ്പ്. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. കമ്മിങ് ടു ദ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാട്ട് ഐ എം യൂസിങ്. സോ ഫസ്റ്റ് തിങ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് മോയ്സ്ചറൈസർ. ഇത് എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. അക്വാ സോഫ്റ്റ് FC ഈ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ സ്കിന്നൊരു ലിറ്റിൽ കോമ്പിനേഷൻ സ്കിന്നാണ്, അപ്പം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഓക്കെ, ഇതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. ഈ മോയ്സ്ചറൈസറാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കുന്നത് ഡോട്ട്&കീയുടെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ. ഓക്കെ, ഇത് SPF 5 CPA++++. ഓക്കെ, സോ ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ ഇത് ഓയിലി സ്കിൻ ടൈപ്പിനൊക്കെ നന്നായിട്ട് സ്യൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലെ ഡൾ സ്കിന്നിനൊക്കെ, കാരണം ഇത് വളരെ തിൻ ലെയറാണ്, അതുപോലെ ക്രീമി ടെക്സ്ചറും അല്ല, എന്നൊരു ഓയിലി ടെക്സ്ചറും അല്ല. ഇത് നന്നായിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആവുന്നതാണ്. ഓക്കെ, സോ ഇത് ആണ് ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ. പിന്നെ ഞാൻ ഇപ്പം ഓഫ് ഡേയ്സ് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴൊന്നും അങ്ങനെ ലിപ്സ്റ്റിക്ക്, മാക്സിമം ഞാൻ ലിപ്സ്റ്റിക്ക് അവോയ്ഡ് ചെയ്യാറുണ്ട്. സോ ലിപ്സ്റ്റിക്കിന് പകരം ഞാൻ യൂസ് ചെയ്യാറുള്ളത് ലിപ് ബാമാണ്. ഇത് ഗുഡ് വൈബ്സിൻ്റെ ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ആസ് പെർ മൈ അണ്ടർസ്റ്റാൻഡിങ് ഇത് ബീട്രൂട്ട് ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ളതാണ് ഈ ലിപ് ബാം. ഇതിങ്ങനെ പ്രൊമോഷൻ വീഡിയോ എന്നല്ല, ഇത് ഐ പേഴ്സണലി സജസ്റ്റ് ദിസ്. ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അത് എവറി 2 hours നമ്മളിത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സിനൊക്കെ നന്നായിട്ട് ചേഞ്ച് ഉണ്ടാവും. ഇപ്പം ചിലർക്കൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ഉണ്ടാവും, അവർക്കൊക്കെ ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഇറ്റ്സ് വർത്ത് ഓഫ് മണി. അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല. ഓക്കെ, സോ എൻ്റെ സ്കിൻ കെയർ ഒന്നും ഞാൻ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. ആൻഡ് സംടൈം നമ്മുടെ സ്കിൻ നമ്മൾ ഫ്രീ ആയിട്ട് വെക്കണം. ഒന്നും കെമിക്കലൊന്നും യൂസ് ചെയ്യാണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളതും യൂസ് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഞാനിങ്ങനെ കടലമാവ്, തൈര്, അതുപോലെ ചെറുപയർ പൊടി, മഞ്ഞൾ, അതുപോലെ പിന്നെ ഒരു കുങ്കുമാതി ലേപം എന്ന് പറഞ്ഞിട്ടൊരു ആയുർവേദിക് ഉണ്ട്. അത് ഇല്ലെങ്കിൽ നമുക്ക് രക്തചന്ദനം അരച്ച് തേക്കുക. അതൊക്കെ നമ്മൾ നാച്ചുറലായിട്ടും അങ്ങനെയും ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയും യൂസ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും കെമിക്കൽ യൂസ് ചെയ്യണമെന്നില്ല. Okay, sometimes you can go with natural things how we will get from our home. Okay, so next പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ അധികം അങ്ങനെ എനിക്ക് എത്ര ഷെയ്ഡ് ഞാൻ വാങ്ങിയാലും ലാസ്റ്റ് ഞാനൊരു പിങ്കിഷ് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്, ഒരു
ലൈറ്റ് ന്യൂഡായിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് എപ്പോഴും ഇടുള്ളൂ, പിങ്കിഷ്. എനിക്കിഷ്ടം എത്ര ഞാൻ ഷെയ്ഡ് വാങ്ങിയാലും. സോ ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ്. ഇറ്റ്സ് നോട്ട് സോ എക്സ്പെൻസീവ്. ഇറ്റ് ഈസ് മാറ്റ് റോസ് വെൽവെറ്റ്. സോ ഇത് ഉപയോഗിച്ച് ഒരുപാട് ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിട്ടുണ്ട്. സോ ഇതെനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ആക്ച്വലി. സോ അറിയില്ല ഹൗ മച്ച് ഇറ്റ് ക്യാൻ ബി വിസിബിൾ. ബട്ട് ഇതൊരു ന്യൂഡാണ്, പക്ഷേ ഒരു പിങ്കിഷാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടത് ഒരു പിങ്കിഷ് ഷെയ്ഡാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഏതൊക്കെ ഷെയ്ഡ് വാങ്ങിച്ചാലും ലാസ്റ്റ് ഐ വിൽ ഗോ ഫോർ പിങ്ക്. സോ സെയിം ഗോസ് വിത്ത് ബ്ലഷ് ഓൾസോ. ഞാൻ ബ്ലഷ് എപ്പോഴും ഉപയോഗിക്കാറൊന്നുമില്ല. സംടൈംസ്. അതും ഞാൻ സ്റ്റുഡിയോയുടെ ഒരു ബ്ലഷ് തന്നെയാണ്, ചെറി ഫ്ലഷ് ചീക്ക് ആൻഡ് ലിപ് ടിൻറ്റ്. സോ ഇത് ജസ്റ്റ് ഡോട്ടായിട്ട് നമ്മളിട്ടിട്ടൊന്ന് കൈ കൊണ്ട് തന്നെയായാലും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. സോ ഇതൊരു പിങ്കിഷ്, നമുക്കൊരു ബ്ലഷ്, ഒരു നല്ല ഒരു എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ പൗഡർ ഇടുമ്പോൾ ആ ഒരു ഓവറായിട്ടുള്ള ഫീലൊന്നും ഉണ്ടാവില്ല. ഒരു നാച്ചുറൽ ലുക്കൊക്കെ ഈ ബ്ലഷ് കൊണ്ട് കിട്ടാറുണ്ട് ഇടുമ്പോൾ. പിന്നെ ഓക്കെ, ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാറുള്ളതാണ് റെറ്റിനോളിൻ്റെ പ്ലമ്മിൻ്റെ സിറം. ഈ സിറമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് നൈറ്റ് ടൈം. അത് സ്റ്റാർട്ടിങ് നമ്മളിപ്പം ഫസ്റ്റ് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ വീക്ക്ലി വൺസ് ഓർ ട്വൈസ് യൂസ് ചെയ്യാം നൈറ്റിൽ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ത്രൈസ് എ ഡേ അങ്ങനെ ഡെയിലി അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മുടെ സ്കിന്നൊന്ന് സെറ്റ് ആവണം. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പം ഡെയിലി അത് നമ്മൾ യൂസ് ചെയ്യുമ്പം ചിലപ്പോൾ സ്കിൻ അത് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പിമ്പിൾസ് വരാനും അല്ലെങ്കിൽ പല പല അലർജിക് റിയാക്ഷൻസ്, സൈഡ് എഫക്ട്സ് എല്ലാം വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇത് പ്ലമ്മിൻ്റെയാണ് റെറ്റിനോൾ സിറം, റെറ്റിനോൾ 1%. ആൽഗോ ഇറ്റ്സ് വെരി ഗുഡ് പ്രൊഡക്റ്റ്. സോ നിങ്ങൾക്ക് ഭയങ്കര സ്മൂത്തായിട്ടൊക്കെ സ്കിന്ന് വരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കണ്ടിന്യൂസ് യൂസേജിലൂടെ നമുക്ക് വരും. ഓക്കെ. സെയിം. നെക്സ്റ്റ് വന്നിട്ട് യൂസ് ചെയ്യുന്ന ഒരു നൈറ്റ് ക്രീമാണ്. സോ ഇത് നിങ്ങൾക്കറിയാം, ഗുഡ് വൈബ്സിൻ്റെ തന്നെയാണ് ഡീറ്റാൻ ഗ്ലോ നൈറ്റ് ക്രീം. സോ ഇതിനകത്ത് ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഈ നൈറ്റ് ക്രീം. സോ ഇത് നിങ്ങൾ ഡെയിലി നൈറ്റ് യൂസ് ചെയ്യുന്നത് ചെറിയൊരു ബ്രൈറ്റ്നെസ്സും നമ്മുടെ ഒരു ടാൻ എല്ലാം ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി ട്രാവലൊക്കെ ചെയ്ത് വരുമ്പോൾ ആ ടാനൊക്കെ ഒന്ന് മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നൈറ്റ് ക്രീമാണ്. സോ ഇതിന് വേറെ സൈഡ് എഫക്ട്സോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ബേസിക്കലി ഇതിലൊരു സ്റ്റിറോയിഡോ അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് ഇറ്റ്സ് നാച്ചുറൽ, ഇറ്റ്സ് ആയുർവേദിക്. So it's very good for our skin. So I go for it for a night cream and that serum I use. And ഒരുപാട് പിന്നെ ഞാൻ മുഖത്ത് ഒരുപാട് അങ്ങനെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യലില്ല. പിന്നെ ഹൈലൈറ്റർ വല്ലപ്പോഴും ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യാൻ തോന്നുമ്പം ഒന്ന് ഞാൻ ഈ മോയ്സ്ചറൈസർ ഇലുമിനേറ്റിംഗ് പിൽഗ്രിമിൻ്റെ ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ ഫുള്ളായിട്ട് മോയ്സ്ചറൈസർ പോലെ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ചീക്സിലും നോസിൽ ഇവിടെയെല്ലാം മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് കിട്ടുന്നതാണ്. ഇതൊരു നല്ല പ്രൊഡക്റ്റാണ് പിൽഗ്രിമിൻ്റെ. പിന്നെ ഫേസസ് കാനഡയുടെ സ്ട്രോബ് ക്രീം എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യലില്ല, പറഞ്ഞ പോലെ വല്ലപ്പോഴും വല്ല ഫങ്ഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് ഒരു ഹൈലൈറ്ററിനായിട്ട് യൂസ് ചെയ്യാറ്. പക്ഷെ ചിലരിത് ക്രീമായിട്ട് യൂസ് ചെയ്യുമ്പം അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. ബട്ട് ഐ ഗോ ഫോർ ഹൈലൈറ്റർ യൂസ് ലൈക്ക് ഓൺലി ഫോർ ചീക്സ് ആൻഡ് നോസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഗോ വിത്ത് മൈ ബോഡി ക്രീം. ഓക്കെ. സോ ഇത് ഞാൻ ബാത്ത് ആൻഡ് ബോഡിയുടെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്മെല്ലും ഫ്ലേവറും പിന്നെ നല്ലൊരു ടെക്സ്ചറും ഒരുപാട് നേരത്തേക്ക് സ്മെല്ലും ഉണ്ടാവും. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ആ ഒരു സ്മെല്ല് നമ്മളിപ്പം പെർഫ്യൂം യൂസ് ചെയ്തില്ലെങ്കിലും നമുക്ക് ആ ഒരു സ്മെല്ല് നന്നായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ടൈമിൽ നിൽക്കും. ഇത് ബാത്ത് ആൻഡ് ബോഡിയുടെ ജിംഗം ഗോർജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലേവറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കണ്ടോ, അതൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ കണ്ടിന്യൂസ് ഒരുപാട് നാളായി ഞാൻ ഇത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യൽ. പിന്നെ പെർഫ്യൂം പറയുകയാണെങ്കിൽ ഞാൻ വിക്ടോറിയ സീക്രട്ട് യൂസ് ചെയ്യലുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം റീസെൻ്റ്ലി ഞാൻ വാങ്ങിച്ചത് ഓൾമോസ്റ്റ് കഴിയാറായി ജിംഗമിൻ്റെ തന്നെയാണ്, ബാത്ത് ആൻഡ് ബോഡി തന്നെയാണ്. ഇത് ജിംഗം ഫ്ലേവറാണ്. ബട്ട് ഇത് രണ്ടും ഇപ്പം വിക്ടോറിയ സീക്രട്ടിൻ്റെ ഇത് ഓൾറെഡി കഴിഞ്ഞു. പ്യുവർ സെഡേഷൻ, ഇറ്റ്സ് വെരി അമേസിങ് സ്മെൽ. ഒരു മൈൽഡ് സ്മെല്ലാണ്, അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇപ്പം നിങ്ങൾ തുണി വാഷ് ചെയ്താലും
അതിനകത്ത് ആ ഒരു സ്മെല്ലുണ്ടാവും. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഓൾമോസ്റ്റ് ഇല്ല, അത് ഫുള്ള് തീർന്നു. പിന്നെ ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ജിങ്കത്തിൻ്റെ ആണ്. ഇതും സെയിം ഒരു ഫ്രഷ് ഫീലാണ്. പിന്നെ അതുപോലെ ഒരു മൈൽഡ് സ്മെല്ലാണ്. പക്ഷേ ഒരുപാട് ടൈം നിൽക്കുമെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് നോ, ഒരുപാട് ടൈമൊന്നുമില്ല അതിൽ. യാ, ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ലൈക്ക് ഒരു വി ക്യാൻ സേ ഫോർ 6 hours എല്ലാം ഈ ഒരു സ്മെല്ല് ഉണ്ടാവും. ഓക്കെ. പിന്നെ ഞാൻ യൂസ് ചെയ്യൽ എന്താണ്, ഫൗണ്ടേഷൻ ക്രീം. ഞാനങ്ങനെ ഫൗണ്ടേഷൻ ഒരുപാട് യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ നൈക്കയുടെ ഒരു ഫൗണ്ടേഷൻ ക്രീമാണ് യൂസ് ചെയ്തിരുന്നത്. സോ അത് വല്ലപ്പോഴും ഒക്കെയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഓക്കെ. സോ അത്ര എന്താ പറയുക, ഒരു മാരേജ് ഫങ്ഷൻ അല്ലെങ്കിൽ അത്രയും എനിക്ക് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് മുഖത്തിരി കൂടി ഒന്ന് ബ്രൈറ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന നൈക്കയുടെ സ്കിൻ ഷീൽഡ് ആൻറ്റി പൊല്യൂഷൻ ഫൗണ്ടേഷനാണ്. ഇത് എൻ്റെ ഒരു സ്കിൻ ടൈപ്പിന് എനിക്കിത് വളരെ ഇഷ്ടമുള്ളൊരു ഫൗണ്ടേഷനാണ്. ഇത് ഓൾമോസ്റ്റ് ഇറ്റ്സ് എംറ്റി, ബട്ട് ഇത് വളരെ നല്ലൊരു ഇപ്പം എൻ്റെ ഒരു സ്കിൻ ടൈപ്പിനും എൻ്റെ ഒരു സ്കിൻ ടോൺ അതുപോലെ കളറിനെല്ലാം എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ ആൻഡ് പ്രൊഡക്റ്റാണ്. ഇറ്റ്സ് വെരി ഗുഡ്. ആൻഡ് പിമ്പിൾസ് എനിക്ക് യൂഷ്വലി എന്താണ് നമ്മുടെ ഫൗണ്ടേഷൻ ക്രീമോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിമ്പിൾസ് എല്ലാം പെട്ടെന്ന് വരും. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. സോ ഐ ലവ് ദിസ് പ്രൊഡക്റ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ മെബിലിൻ ന്യൂയോർക്കിൻ്റെ. So this is also not so costly, but Nykaa maybe it is little costly but not so much. This is matte poreless SPF to 22 PA++. So this is also oil control foundation cream. Idum okay aanu. This is also fine, but but more than this better I feel like Nykaa's. And also sometimes I use Maybelline New York മാറ്റ് ഇഫ് ഐ വോണ്ട്. ലൈക്ക് എനിക്ക് കുറേ നേരം ഇപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാനപ്പം യൂസ് ചെയ്യാറുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്കങ്ങനെ ഇപ്പോൾ ഏത് ലിപ്സ്റ്റിക് ഇട്ടാൽ ലാസ്റ്റ് ഞാൻ പിങ്ക് മാച്ച് കളഞ്ഞ് പിങ്ക് ഇടൽ. സോ ഇത് മെബിലിൻ്റെ ഒരു മാറ്റ് ഇങ്ക് എൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ദിസ് ഓൾസോ നൈസ് സംടൈംസ്, ഇറ്റ് ഈസ് നൈസ്. ആൻഡ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്, ഇറ്റ്സ് ഓൾമോസ്റ്റ് അല്ല, ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ. മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക് കൂടെ എൻ്റെ ഒരു ഫേവറേറ്റ് കളക്ഷനിലുണ്ട്. ഇത് ഓൾമോസ്റ്റ് ചെറുതായി. ഈ ഒരു കളർ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിങ്ക് അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറാണ്. മാർസിൻ്റെ ആണ്. മാർസിൻ്റെ ആണ്. ഇതിൻ്റെ നെയിം ഗേൾ പവർ 10. ഐ തിങ്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ഷെയ്ഡാണ്. ഓക്കെ, ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് ഈസ്. ഒരു ഓറഞ്ച് അല്ല, അത് പലരുടെ ലിപ്സിലും പല ഒരു കളറായിട്ടാണ് കാണിക്കുക ഈ ഗേൾ പവർ 10. ഇറ്റ്സ് വെരി ഗുഡ് ലിപ്സ്റ്റിക്. മുൻപ് പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. സോ ഐ വിൽ നോട്ട് യൂസ് ഡെയിലി, ലൈക്ക് എന്നും യൂസ് ചെയ്യുന്നതല്ല. സംടൈംസ് ഐ ഗോ വിത്ത് എ ഫ്രീ, ലൈക്ക് ചിലപ്പം ഒന്ന് കോക്കനട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യും, അല്ലെങ്കിൽ ചെറുപയർ പൊടി ഇട്ടിട്ട് മസാജ് ചെയ്യും, കടലമാവ്, തൈര് അല്ലെങ്കിൽ തൈര് മാത്രം. അങ്ങനെ ഞാൻ ഒരുപാട് ചെറിയ നാച്ചുറൽ ആയിട്ടുള്ളതും ഞാൻ ചെയ്യലുണ്ട്. സോ this is my skincare, a small skincare video. I hope you like it and I hope it will be useful too. Bye bye. Stay tuned for next video. Bye.